നമുക്ക് സിമ്പിളായിട്ടൊരു റൈസ് റെസിപ്പി നോക്കിയാലോ. തിളച്ച വെള്ളത്തിലേക്ക് ഉപ്പ്, ഏലം, പട്ട, ഗ്രാമ്പൂ എന്നിവയും ഫ്രൈഡ് റൈസിൻ്റെ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ചേർത്ത് 3/4 വേവിൽ വേവിച്ചെടുക്കുക. ചിക്കനിലേക്ക് കുരുമുളക് പൊടി, സുർക്ക, ഉപ്പ്, മാഗി ക്യൂബ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി നമുക്ക് ടൈമൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി എന്നുള്ളതാണ് ഈ റൈസിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ 1 കിലോ അരിക്ക് 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഓയിൽ ഒഴിച്ച് ചൂടാവുമ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 5-10 മിനിറ്റ് തിരിച്ചും മറിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച റൈസ് അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. കയ്യിലുണ്ടെങ്കിൽ വലിയ ഉള്ളി ഇതുപോലെ വട്ടത്തിലരിഞ്ഞ് വെച്ച് കൊടുക്കാം. ഇതൊക്കെ തികച്ചും ഇനി ചെയ്യുന്നതൊക്കെ തികച്ചും ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. അതിനുശേഷം കുറച്ചുകൂടി റൈസ് ഇട്ട് കൊടുത്ത് ക്യാരറ്റ് ഇട്ട് കൊടുത്തു. അതിനുശേഷം കുറച്ചുകൂടി റൈസ് ഇട്ട് കൊടുത്ത് പച്ചമുളക് ഇതുപോലെ വെച്ച് മൂടി വെച്ച് 10 മിനിറ്റ് മുകളിൽ എന്തെങ്കിലും വെയിറ്റ് വെക്കുക. 10 മിനിറ്റ് വേവിച്ചെടുക്കുക. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസ് റെസിപ്പിയാണ്. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും വളരെ ടേസ്റ്റുള്ള ഒരു റൈസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുമല്ലോ.